ഹൈ ഓൾ, +2 ഫിസിക്സ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആ ചാപ്റ്ററിൻ്റെ ന്യൂമറിക്കൽസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. കൂടെ ചെയ്തു വന്നാൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. സ്മാർട്ടല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വായിക്കാം. എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ് അറ്റ് 100 വാട്ട് ഫോർ എ 220 വോൾട്ട് സപ്ലൈ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് എന്നറിയണം. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? പവർ തന്നിട്ടുണ്ട്. അപ്പോൾ പവർ തന്നിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു 100 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ തന്നിരിക്കുന്നത്? 220 വോൾട്ട് സപ്ലൈ. നമ്മുടെ വീട്ടിൽ വരുന്ന AC-യുടെ വോൾട്ടേജാണ്. ആക്ച്വലി ആ വി എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ആൻസർ 220 എന്നാണ്. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഫൈൻഡ് റെസിസ്റ്റൻസ് ഓഫ് ബൾബ്. ഇത് നമുക്ക് പണ്ടേ അറിയാമെന്നുള്ള കാര്യമാണ്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പവർ ഈസ് ഈക്വൽ ടു V²/R എന്ന് നമുക്കറിയാം. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് ഇവിടെ VRMS ആണ്, അതിൻ്റെ സ്ക്വയർ ബൈ R എന്നാണ്. ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് വെച്ചാൽ R കിട്ടില്ലേ? അപ്പോൾ R ഈസ് ഈക്വൽ ടു VRMSൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ P എന്നാണ്. അപ്പോൾ നമുക്കിതിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. R ഈസ് ഈക്വൽ ടു VRMSൻ്റെ ആൻസർ 220 എന്നാണ്, അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ Pയുടെ വാല്യൂ 100 എന്നാണ്. ഇത് ചെയ്യുമ്പോൾ 484, ഇത് സിമ്പിൾ കാൽക്കുലേഷനാണ്, ഓം എന്ന് കിട്ടും. സിമ്പിൾ അല്ലേടാ മക്കളെ? ഇനി നമുക്ക് അടുത്ത ബി പാർട്ട് വായിക്കാം. എന്താണ് ബി പാർട്ട്? പീക്ക് വോൾട്ടേജ് എന്നാണ്. വാട്ട് ഈസ് എ പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് എത്രയെന്ന്. നമുക്ക് RMS വോൾട്ടേജ് കാണാൻ അറിയാം. എന്താണ് VRMS എന്ന് പറഞ്ഞാൽ VM ഡിവൈഡഡ് ബൈ √2 എന്നാണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് VM കിട്ടും. എന്താണ് VMൻ്റെ ആൻസർ? √2 ഇൻറ്റു VRMS എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. VM ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു VRMSൻ്റെ ആൻസർ 220 എന്നാണ്. √2ൻ്റെ വാല്യൂ എത്ര? 1.414. 1.414 ഇൻറ്റു 220 എന്നാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആൻസർ അപ്രോക്സിമേറ്റ്ലി 311 വോൾട്ട് എന്ന് കിട്ടും. പ്രയാസമില്ല, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ഇനി സി പാർട്ട് നമുക്ക് ചെയ്യാം. എന്താണ് സി പാർട്ട് കൊടുത്തിരിക്കുന്നത്? RMS കറണ്ട് എത്രയെന്നാണ്. RMS കറണ്ട് നമുക്ക് ബൾബ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററാണ് ആക്ച്വലി, അല്ലേ? അപ്പോൾ അതിൻ്റെ ഫിലമെൻറ്റിൽ കൂടെ കറണ്ട് കയറി പോകുമ്പോഴത്തേക്ക് അത് ചൂടായിട്ടാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം, അല്ലേ? അപ്പോൾ നമുക്കിവിടെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അപ്പോൾ റെസിസ്റ്റീവ് സർക്യൂട്ടാണെന്ന് പറഞ്ഞത്. ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു VRMS IRMS. അപ്പോൾ AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി നമ്മൾ ചിന്തിച്ചാൽ മതി. പവറിൻ്റെ ആൻസർ ഇതാണ്. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് RMS കറണ്ടാണ്. IRMS കണ്ടുപിടിക്കണം. എങ്ങനെ IRMS കണ്ടുപിടിക്കാം? P ഡിവൈഡഡ് ബൈ VRMS അല്ലേ? അപ്പോൾ Pയുടെ ആൻസർ നമുക്കിവിടെ തന്നിട്ടുണ്ട് 100 എന്നാണ്, ഡിവൈഡഡ് ബൈ VRMSൻ്റെ ആൻസർ നമുക്കിവിടെ എവിടെയുണ്ട്? VRMSൻ്റെ ആൻസർ 220 എന്നാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.45 അപ്രോക്സിമേറ്റ്ലി 0.45 ആംപിയർ എന്ന് കിട്ടും. നിങ്ങൾ മാനുവലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതിനോട് വളരെ ക്ലോസസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഷാർപ്പായിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. വളരെ ക്ലോസസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ടീച്ചർ നിങ്ങളുടെ മാർക്കൊന്നും കൊണ്ടുപോകില്ല. ഓക്കെ, അപ്പോൾ സമാധാനമായിട്ട് ചെയ്യുക. ഇതെല്ലാം സ്ട്രൈറ്റ് അല്ലായിരുന്നോ? അടിപൊളി ക്വസ്റ്റൻ ആയിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എ പ്യുവർ ഇൻഡക്ടർ 25 മില്ലി ഹെൻറി. അപ്പോൾ നമുക്ക് അപ്പോൾ കൈയുടനെ തന്നെ എഴുതാം. L വാല്യൂ ആണ് തന്നിരിക്കുന്നത്, 25 മില്ലി ഹെൻറി. ഇപ്പോൾ ഇൻറ്റു 10⁻⁻³ ഈസ് കണക്റ്റഡ് ടു എ 220 വോൾട്ട്. അപ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ VRMS ആണത്. അപ്പോൾ അതിൻ്റെ ആൻസർ 220 എന്നാണ്. ഫൈൻഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ കൊടുക്കുന്ന തടസ്സം. ഇൻഡക്ടർ കൊടുക്കുന്ന തടസ്സം എന്താണ്? XL കാണാനുള്ള ഇക്വേഷൻ പറയൂ. L എഴുതി. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 2πν ആണ്, അല്ലേ? ഇതിൽ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ ലാസ്റ്റ് സെൻറ്റൻസിൽ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ആൻസർ 50 എന്നാണ്, അല്ലേ? അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ Lൻ്റെ ആൻസർ 25 ഇൻറ്റു 10⁻⁻³ ഇൻറ്റു 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 എന്നാണ്. ന്യൂൻ്റെ ആൻസർ 50 എന്നാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ഇത് ഭീകരമായ കാൽക്കുലേഷനൊന്നും അല്ല. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് XLൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ XLൻ്റെ ആൻസർ വരുന്നത് 7.85 എന്ന് വരും. 7.85 ഓം. ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ? ഇനി ഫസ്റ്റ് പാർട്ടായി. ഇനി RMS കറണ്ട് എത്ര എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് RMS കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്നാണ്. അപ്പോൾ IRMS കാണും. IRMS എങ്ങനെ കാണും? നിങ്ങൾ I എങ്ങനെ കാണുക? V/R അല്ലേ? അപ്പോൾ ഇവിടെ VRMS/R. Rന് പകരം ഇവിടെ XL എന്നേ ഉള്ളൂ. ഓക്കെ, പ്രയാസമുണ്ടോ? എടാ I കാണാനുള്ള വഴി എന്താണ്? V/R. അതിനെ മനസ്സിൽ കാണുക.
ഇനി വിക്ക് വരെ VRMS ബൈ ആറിന് വരെ ഇവിടെ XL അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ആൻസർ 220 എന്നാണ്. ഡിവൈഡ് ബൈ XLൻ്റെ ആൻസർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 7.85 എന്നാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 28 ആംപിയർ. ഓക്കെ, കാൽക്കുലേഷൻ ഒന്നും വലിയ ഭീകരമായ കാൽക്കുലേഷൻ ഒന്നും അല്ല, നല്ല എളുപ്പമല്ലേ, സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ് മക്കളെ, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, എളുപ്പമല്ലേ. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകൂടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരും, എന്താണ് എ 15 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് അങ്ങ് എഴുതാം. 15 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10⁻⁻⁶ വരും. ഓക്കെ, കണക്റ്റഡ് ടു 220 വോൾട്ട്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഇവിടെ VRMS ആണ്. VRMSൻ്റെ ആൻസർ 220 എന്നാണ്. 50 ഹെഡ്സ്, അപ്പോൾ ഫ്രീക്വൻസിയുടെ ആൻസർ 50. ഓക്കെ, യൂണിറ്റ് ഒക്കെ നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. ഇനി ഫൈൻഡ് ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് IRMS ആൻഡ് പീക്ക്. അപ്പോൾ പീക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ IM. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC കണ്ടുപിടിക്കണം. XC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1/C ഒമേഗ എന്നാണ്. അപ്പോൾ 1/C ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. 1/Cയുടെ വാല്യൂ 15 ഇൻറ്റു 10⁻⁻⁶ എന്നാണ്. ഇൻറ്റു 2 ഇൻറ്റു 22/7. ഓക്കെ, ഈ 7 അങ്ങ് മണ്ടേ പോകും. അപ്പോൾ ഇൻറ്റു ന്യൂവിൻ്റെ ആൻസർ 50. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/15 അതുപോലെ എഴുതാം. ഈ 10⁻⁻⁶ താഴെ ഉള്ളതിനങ്ങ് മണ്ടയിൽ വയ്ക്കട്ടെ, 10⁻�6. ഇനി ബാക്കി താഴെ 2 ഇൻറ്റു 22 ഉണ്ട്, 50 ഉണ്ട്. ഇനി 7 അങ്ങ് മണ്ടയിൽ പോകും. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, ചെറിയ കാൽക്കുലേഷനാണ്, ചെയ്തെടുക്കുക. XCയുടെ ആൻസർ നമുക്ക് വരും 212 എന്ന് വരും. 212 ഓം എന്ന് വരും. എളുപ്പമല്ലേ. ഇനി എന്താണ് കാണേണ്ടത്? IRMS കാണാനുള്ള വഴി പറയും. എന്താണ് IRMS? I എങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ മതി. I എങ്ങനെ കാണും? V/R. ഇവിടെ വിക്ക് വരെ VRMS ബൈ ആറിന് വരെ ഇവിടെ XC. ഓക്കെ, പേടിക്കുകയും ചെയ്യരുത്. VRMSൻ്റെ ആൻസർ 220 എന്നാണ്. ഡിവൈഡ് ബൈ XCയുടെ ആൻസർ ഇവിടെ എവിടെയും ഉണ്ട് 212. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്രോക്സിമേറ്റ്ലി 1 പോയിൻറ്റ് സംതിങ് എന്ന് വരും. 1.04 എന്ന് വരും. അപ്പോൾ നമുക്ക് IRMS കിട്ടി. ഇനി എന്താ വേണ്ടത്? അടുത്ത വേണ്ടത് നമുക്ക് IM ആണ് കാണേണ്ടത്. IRMS കാണാനുള്ള ഇക്വേഷൻ എന്താ? IRMS = IM/√2 എന്നാണ്. ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് IM കിട്ടും. എന്താണ് IMൻ്റെ ആൻസർ? IM = √2 ഇൻറ്റു IRMS എന്നാണ് അല്ലേ. അപ്പോൾ IM പറയൂ, √2ൻ്റെ വാല്യൂ 1.414 ഇൻറ്റു IRMSൻ്റെ ആൻസർ 1.04. ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് റിസൾട്ട്. ആൻസർ വരുന്നത് 1.47 എന്ന് വരും. അത്രയും ആംപിയർ. കുഴപ്പമുണ്ടോ? ഇനി വേറെ വല്ലതും ഉണ്ടോ? ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഡബിൾഡ്, ഫ്രീക്വൻസി ഡബിൾ ആക്കിയാൽ വാട്ട് ഹാപ്പൻസ് ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് എന്ത് സംഭവിക്കും? ഞാനിവിടെ റൗണ്ട് ചെയ്ത് വരയ്ക്കാം. ഇതാ ഇവിടെ നോക്കൂ, ഇതാണ് XC കാണാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ XC എന്ന് പറയുന്നത് എന്താണ്? 1/C ഒമേഗ എന്നാണ്. ഓക്കെ, അതിൽ വാല്യൂ ഇട്ടപ്പോൾ 1/C ഇൻറ്റു 2πν എന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് 212 എന്നാണ് അല്ലേ. 212 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇതിലെ ഈ ന്യൂവിനെ ഡബിൾ ആക്കി എന്ത് സംഭവിക്കും? ഇത് 2 ആയാൽ എന്ത് സംഭവിക്കും? ആൻസർ 212 ഡിവൈഡ് ബൈ 2 എന്നാവും. ഓക്കെ, അപ്പോൾ 2 ആക്കിയാൽ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി ഇതിൻ്റെ ആൻസർ XCയുടെ ആൻസർ ഹാഫ് ആവും. അപ്പോൾ XC എന്തായി? ഹാഫായി. ഓക്കെ, അപ്പോൾ XC ഹാഫായി. ഇനി എന്താ വേണ്ടത്? കറണ്ടിന് എന്ത് സംഭവിക്കുന്നതാണ്. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിയാൽ മതി. നോക്കൂ, കറണ്ട് എന്ന് പറഞ്ഞാൽ IRMS തന്നെ നമുക്ക് എടുക്കാം. IRMS എന്ന് പറഞ്ഞാൽ എന്താണ്? VRMS ഡിവൈഡ് ബൈ XC എന്നാണ് അല്ലേ. ഈ XC ഇവിടെ എന്തായി? ഹാഫായി. XC ഹാഫായാൽ കറണ്ട് എന്ത് സംഭവിക്കും? ഡബിൾ ആവും. അപ്പോൾ കറണ്ട് ഈസ് ഡബിൾഡ്. കറണ്ട് എന്തായി? ഡബിൾഡായി. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉള്ളവന് ആ ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചാൽ പെട്ടത് പിടികിട്ടും. എളുപ്പമല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ഒരു ക്വസ്റ്റ്യനാണ്. പ്രോബ്ലം അല്ലെങ്കിലും അതൊരു തിയറി ടൈപ്പാണ്. എ ലൈറ്റ് ബൾബ് ആൻഡ് ആൻ ഓപ്പൺ കോയിൽ ഇൻഡക്ടർ ആർ കണക്റ്റഡ് ടു AC ആസ് ഇൻ ഫിഗർ. ഒരു കോയിലും ബൾബും എന്തിൽ കൊടുത്തിട്ടുണ്ട്? AC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ് വേണ്ടത്? സ്വിച്ച് ഈസ് ക്ലോസ്ഡ്. സ്വിച്ച് ക്ലോസ് ചെയ്തു. ഇനി AC കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ക്ലോസ് ചെയ്തു.
ആൻ അയൺ റോഡ് ഈസ് ഇൻസർട്ടഡ് ഇൻ ടു ദ ഇൻറ്റീരിയർ ഓഫ് ദ ഇൻഡക്ടർ. കോയിലിൻ്റെ അകത്തേക്ക് ഒരു അയൺ കോർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്ത് സംഭവിക്കും? ഗ്ലോ ഓഫ് ബൾബിന് എന്ത് സംഭവിക്കും? എക്സ്പ്ലെയിൻ എന്നാണ്. അപ്പം നമുക്ക് എന്താണ് അയൺ കോറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? അയൺ കോറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അയൺ കോറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അയൺ കോർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൽ ഇൻക്രീസസ്. എന്ത് കൂടും? എല്ല് കൂടും. ഓക്കെ, അപ്പോൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ എൽ ഒമേഗ അല്ലേ? അപ്പോൾ എല്ല് കൂടിയാൽ എക്സ് എല്ലും എന്ത് ചെയ്യും? ഇൻക്രീസസ്. അപ്പോൾ തടസ്സം കൂടും തന്നെ. ഇപ്പോൾ എക്സ് എൽ കൂടും. തടസ്സം കൂടിയാൽ കറണ്ട് കുറയും. കറണ്ട് ഡിക്രീസസ്. കറണ്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്ലോ ഓഫ് ബൾബ് ഡിക്രീസസ്. ഇപ്പോൾ ഗ്ലോ ഓഫ് ബൾബ് എന്ത് ചെയ്യും? ഡിക്രീസസ്. ബൾബിൻ്റെ ഗ്ലോ കുറയും. ഓക്കെ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഗ്ലോ ഓഫ് ബൾബ് ഡിക്രീസസ്. ഒന്നുകൂടെ ഞാൻ പറയാം. സാധാരണ ഒരു കോയിൽ ഇരിക്കുന്നു, അതിനകത്ത് കോറൊന്നുമില്ല. അപ്പോൾ എയർ കോർഡാണ്. അതിൻ്റെ അകത്തേക്ക് സോഫ്റ്റ് അയൺ ഇൻസർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? എല്ല് കൂടും. എല്ല് കൂടിയ എക്സ് എല്ല് കൂടും. എക്സ് എല്ല് കൂടിയ ലൈനിലെ തടസ്സം കൂടി കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞാൽ ബൾബ് ഡിമ്മായിട്ട് കത്തുമ്പോൾ ഗ്ലോ ഓഫ് ബൾബ് ഡിക്രീസസ്. നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ റെസിസ്റ്റർ 200 ohm and capacitor 15 microfarad are connected in series to 220 volt. അപ്പോൾ തന്നിരിക്കുന്നത് നമുക്ക് എഴുതാം. എന്താ? റെസിസ്റ്റർ ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 200 ohm എന്നാണ്. ഇനി കപ്പാസിറ്റർ തന്നിട്ടുണ്ട് എത്രയാണ്? 15 മൈക്രോഫാരഡ് ആണ്. 15 × 10⁻⁻⁶. ഇനി കണക്റ്റഡ് ഇൻ സീരീസ് ടു 220 വോൾട്ട്. അപ്പോൾ വി എന്ന് പറയുന്നത് VRMS എന്ന് പറയുന്നത് 220 ആണ്. ഓക്കെ, ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. ഇപ്പോൾ റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ്. അപ്പോൾ എ സിയിലോട്ട് കൊടുത്തിരിക്കുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ്. അപ്പോൾ റെസിസ്റ്റർ, ഇത് കപ്പാസിറ്റർ, ഇത് രണ്ടും കൂടെ എ സിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് RC സീരീസ് സർക്യൂട്ടാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് RMS കറണ്ടാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ എന്താ വഴി? കറണ്ട് കണ്ടുപിടിക്കാൻ IRMS എനിക്ക് കണ്ടുപിടിക്കണം. കറണ്ട് കാണാൻ എന്താ വഴി? നിങ്ങൾ തന്നെ പറയും. കാണാൻ എന്താ വഴി? V/R അല്ലേ? ഇവിടെ V എന്ന് പറയുന്നത് VRMS ബൈ ആറിന് പകരം എന്തെഴുതും? ആറിന് പകരം ഇവിടെ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ആറിന് പകരം നമുക്ക് എന്തെഴുതാം? Z എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ VRMS ഉണ്ട്, എന്തില്ല? Z ഇല്ല. അപ്പം നമുക്ക് സൈഡിലോട്ട് ഒരു വരയൊക്കെ വരച്ചിട്ട് Z അവിടെ കണ്ടുപിടിക്കാം. Z കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് നമ്മൾ പഠിച്ചതാണ്. RC സർക്യൂട്ടിൻ്റെ Z കാണാനുള്ള ഇക്വേഷൻ എന്താണ്? R² + XC² എന്നാണ്. അപ്പോൾ ഇതിൽ വാല്യൂസ് നമുക്ക് വീണ്ടും സൈഡിലോട്ട് കണ്ടുപിടിക്കാം. R ഉണ്ട്, പക്ഷേ XC ഇല്ല. XC എന്ന് പറഞ്ഞാൽ എന്താണ്? 1/C ഒമേഗയാണ്. അപ്പോൾ 1/C എഴുതി. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν ആണ്. അപ്പോൾ XCയുടെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ XCയുടെ ആൻസർ 1/Cയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. 15 × 10⁻⁻�6 എന്നാണ്. × 2 × 22/7. ആ 7 അങ്ങ് മണ്ടേ പോകും, അതറിയാമല്ലോ. ന്യൂവിൻ്റെ ആൻസർ 50. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സംതിങ് എന്ന് കിട്ടിയെന്ന് വെച്ചോളൂ. ഓക്കെ, സംതിങ് എന്ന് കിട്ടും. വലിയ ഭീകര കാൽക്കുലേഷൻ അല്ല, കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ഈ ഇസഡിൻ്റെ ഇതിനകത്തോട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ Z = √R². R തന്നിട്ടുണ്ടല്ലോ. R എത്രയാണ്? √200² പ്ലസ് ഇനി XCയുടെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ആ ആൻസർ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ Z കിട്ടും. ഇസഡിൻ്റെ ആൻസർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത് വരുന്നത് 291.5 എന്ന് വരും. 291.5. ഓക്കെ, നിങ്ങൾ തനിയെ ചെയ്യണം. കൊച്ചു കാൽക്കുലേഷൻ അല്ലേ, ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നീട് എടുത്തെഴുതുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ 291.5 എന്ന് എഴുതി. ഇനി IRMS കണ്ടുപിടിക്കാമല്ലോ. IRMS കണ്ടുപിടിക്കാനുള്ള ആൻസർ VRMS 220 ഡിവൈഡഡ് ബൈ 291.5 കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആൻസർ 0.755 എന്ന് വരും. 0.76 അപ്രോക്സിമേറ്റ്. ഓക്കെ, ആംപിയർ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചത്? A പാർട്ട്. അപ്പോൾ A പാർട്ട് കണ്ടുപിടിച്ചു. ഇനി B പാർട്ട്. കാൽക്കുലേറ്റ് എന്താണ്? വോൾട്ടേജ് അക്രോസ് എ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. റെസിസ്റ്ററിലെയും കപ്പാസിറ്ററിലെയും വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? IR. അപ്പോൾ വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ കാണാനുള്ള വഴി I എന്ന് പറഞ്ഞാൽ IRMS × R.
അപ്പോൾ IRMSൻ്റെ ആൻസർ നമുക്കിവിടെ ഉണ്ട് 0.76 ഇൻറ്റു ആറിൻ്റെ ആൻസറുണ്ട് ഇതാ ഇവിടെ 200 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ കിട്ടിയിട്ടുണ്ട് 151 എന്നാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഏത് കാണണം? വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ കാണണം. വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ കാണാനുള്ള വഴി എന്താ? I ഇൻറ്റു IR തന്നെ, I ഇൻറ്റു XC അത്രയേ ഉള്ളൂ. അപ്പോൾ IRMS ഇൻറ്റു XC. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ടിൻ്റെ ആൻസർ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ രണ്ട് വാല്യൂ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ കിട്ടും. വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ വരുന്നത് 160.3 എന്നാണ്. 160.3 വോൾട്ട് എന്നാണ്. കുഴപ്പമില്ല. ഇനി എന്താണ് ബാക്കി പാർട്ട് വായിക്കൂ. ഈസ് ആൾജിബ്രായിക് സം ഓഫ് ദീസ് വോൾട്ടേജ് മോർ ദാൻ സോഴ്സ് വോൾട്ടേജ് ഇഫ് എസ് റിസോൾവ് ദ പാരഡോക്സ് എന്നാണ്. നമുക്ക് ഈ രണ്ട് വോൾട്ടേജും കൂടെ ആഡ് ചെയ്ത് നോക്കാം. 151ഉം 160.3യും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ 3 വരുന്നു. 311.3 എന്നാണ് വരുന്നത്. ഈ ആൻസർ ഗ്രേറ്റർ ദാൻ 220 ആണ് വരുന്നത് അല്ലേ? അതായത് നമ്മളിപ്പോൾ ഇതൊരു DC സർക്യൂട്ട് ആയിരുന്നെങ്കിൽ, ഈ AC കൊടുത്തതിന് പകരം DC ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് നോക്കാം? നമുക്കിവിടെ നോക്കാം. നമ്മുടെ ഇവിടെ DC ആയിരുന്നെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജായ ഈ 220 ഈ റെസിസ്റ്ററിലും ഈ കപ്പാസിറ്ററിലുമായിട്ട് എന്ത് ചെയ്യും? ഡ്രോപ്പ് ആവും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കിട്ടണം. പക്ഷേ ഇവിടെ കിട്ടാത്തതിൻ്റെ കാര്യം എന്താണ്? ഇത് AC സർക്യൂട്ടാണ്. AC സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് ഈ കമ്പോണൻസിലെ കറണ്ടും വോൾട്ടേജ് ഒന്നും സെയിം ഫേസിലായിരിക്കില്ല. അപ്പോൾ ഫേസ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫേസ് കൺസിഡർ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ഇതുപോലെ വോൾട്ടേജസ് തമ്മിൽ ആഡ് ചെയ്തല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഞാൻ അതൊന്ന് ഓർമ്മപ്പെടുത്താം, അപ്പോഴേ നിങ്ങൾക്കത് ക്ലിയർ ആവും. വേറെ കളർ പേന വെച്ച് എഴുതാം. നോക്കൂ, നമ്മൾ ഈ RC സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് പേരിലും ഉള്ള കറണ്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് പേരിലുള്ള കറണ്ടാണ്. ഓക്കെ, വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ ഇതേ ലൈനിലാണ്. അതെന്താ അങ്ങനെ വരച്ചത്? ഞാൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ് ഫോർ റെസിസ്റ്റർ. ഇനി കപ്പാസിറ്ററിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഈ കറണ്ട് എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻസിൽ, നമ്മുടെ ഇവിടെ റെസിസ്റ്ററും ഉണ്ട് കപ്പാസിറ്ററും ഉണ്ട്. രണ്ടിലെയും കറണ്ട് സെയിം ആണ്. രണ്ടിലെയും കറണ്ട് I ആണെന്ന് വെച്ചോ. ഇനി റെസിസ്റ്ററിലെ കറണ്ടാണിതെന്ന് എടുത്താൽ ഞാനിത് കാണിച്ചു തരാം, പേടിക്കണ്ട അല്ലേ. ഈ രണ്ട് കമ്പോണൻറ്റിലുള്ള കറണ്ടാണ് I. ഓക്കെ, ഈ റെസിസ്റ്ററിലാണെങ്കിൽ വോൾട്ടേജും അതേ ഫേസിലാണ്. അപ്പോൾ അതേ ലൈനിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഈ കറണ്ട് എന്ന് പറയുന്നത് കപ്പാസിറ്ററിലെ കറണ്ടായിട്ട് എടുത്താൽ വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ ബിഹൈൻഡ് ആണ് അല്ലേ? കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ അന്ന് ഈ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട്, കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റർ എന്നെഴുതി നോക്കിയാൽ ആദ്യത്തെ രണ്ട് അക്ഷരം നോക്കുക. CA എന്ന് പറഞ്ഞാൽ കറണ്ട് ഹെഡ്. കറണ്ട് ഹെഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബിഹൈൻഡ്. എത്ര ബിഹൈൻഡ്? 90 ഡിഗ്രി ബിഹൈൻഡ്. അപ്പോൾ വോൾട്ടേജ് കറണ്ടിനേക്കാളും 90 ഡിഗ്രി ബിഹൈൻഡാണ്. അപ്പോൾ വോൾട്ടേജിനെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? നമുക്ക് വേറൊരു കളർ ഇങ്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? വോൾട്ടേജ് ഇൻ കപ്പാസിറ്ററാണ്. ഓക്കെ, പ്രയാസമില്ലല്ലോ. വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്ക് എത്ര ആംഗിൾ ഉണ്ട്? 90 ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ട്. കുഴപ്പമുണ്ടോ? അപ്പോൾ ഇവിടെ രണ്ട് വോൾട്ടേജ് ഉണ്ട്. ഇതാണ് ഒരു വോൾട്ടേജ്, ഇതാണ് അടുത്ത വോൾട്ടേജ്. ഇപ്പോൾ രണ്ട് വോൾട്ടേജിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കാണാൻ നമ്മളൊന്ന് വരച്ചത് ഓർമ്മയുണ്ടാവും. എന്നിട്ട് ഇതാണ് റിസൾട്ടൻ്റ് വോൾട്ടേജ്. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിസൾട്ടൻ്റ് വോൾട്ടേജ് കാണാൻ പറ്റും. എങ്ങനെയാണ്? നമ്മുടെ ഇതൊരു വോൾട്ടേജ് പാരലോഗ്രാം അല്ലേ ഈ ഇരിക്കുന്നത്? പാരലോഗ്രാം എല്ലാം വെച്ചിട്ട് ഈ വോൾട്ടേജ് കണ്ടുപിടിക്കാം. എന്താ വഴി? √(a² + b² + 2ab cos θ. നമുക്ക് ഈ VR-നെ A ആയിട്ട് എടുക്കാം, VC-യെ B ആയിട്ട് എടുക്കാം. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളായ 90-യെ θ ആയിട്ട് എടുക്കാം. cos 90 എത്ര? 0 അല്ലേ? അപ്പോൾ തേർഡ് ടേം അങ്ങ് പോകും. അപ്പോൾ ആൻസർ വരുന്നത് √(a² + b² മാത്രം. അപ്പോൾ നമുക്കത് വെച്ച് ചെയ്യാം. ഇവിടുത്തെ ഈ റിസൾട്ടൻ്റ് വോൾട്ടേജ് കാണാൻ √(VR² + VC². ഓർമ്മയിൽ വന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എഴുതുകയാണ്. നോക്കിക്കോളൂ, റിസൾട്ടൻ്റ് വോൾട്ടേജ് കാണണം അല്ലേ? അപ്പോൾ റിസൾട്ടൻ്റ് വോൾട്ടേജ് കാണാൻ √(VR²
എന്താണ് വി ആർ സ്ക്വയർ പ്ലസ് വി സി സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. വി ആറിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു 151 അല്ലേ, അതിൻ്റെ സ്ക്വയർ പ്ലസ് വി സിയുടെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു 160.3, അതിൻ്റെയും സ്ക്വയർ എടുക്കുക. ഈ ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാൻ പോകണ്ട, ഇത് കറക്റ്റായിട്ട് എത്ര തന്നെ വരും, 220 തന്നെ വരും. കണ്ടോ? അപ്പോൾ നമ്മൾ എന്താണ് പാരഡോക്സ് റിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ എൻ്റെ തല ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ 220 ഇപ്പോൾ കിട്ടിയല്ലോ, ഞാനിവിടെ വേറൊരു സ്ഥലത്താണ് എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ പാരഡോക്സ് റിസോൾവ് ചെയ്തോ? വോൾട്ടേജുകൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ അപ്ലൈഡ് വോൾട്ടേജ് കിട്ടില്ല. അപ്പോൾ നമ്മൾ വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഫേസ് കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് കാണാൻ √(a² + b² + 2ab cos θ എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് റിസൾട്ടിൻ്റെ വോൾട്ടേജിൻ്റെ ആൻസർ 220 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ പാരഡോക്സ് നമ്മൾ റിസോൾവ് ചെയ്തു. എളുപ്പമില്ലടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ സൈനസോയിഡൽ വോൾട്ടേജ് ഓഫ് പീക്ക് വാല്യൂ 283. പീക്ക് വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ VM ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സ്ഥലക്കുറവുള്ളതുകൊണ്ട് ഇത്തിരി മേലോട്ട് ഞാൻ എഴുതുകയാണ്. VM ആണ് തന്നിരിക്കുന്നത് 283. ഇനി ഫ്രീക്വൻസി 50 എന്നാണ്. ഇനി LCR സർക്യൂട്ടിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ആറിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 25.48 × 10⁻³ ഇനി സിയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 796 × 10⁻⁻6. ഓക്കെ, ഫൈൻഡ് ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇംപിഡൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ എന്താ വഴി? Z = നിങ്ങൾക്കറിയാം √ എന്താണ് ഇക്വേഷൻ? ഇംപിഡൻസ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. എന്താണ് ഇക്വേഷൻ? പറയണം. LCR സർക്യൂട്ട് R² പ്ലസ് XL - XC² എഴുതാം, XC - XL² എഴുതാം. ഞാനിവിടെ ഏതെങ്കിലും ഒന്ന് എഴുതാം. XL - XC² എന്നാണ് ഞാൻ എഴുതിയത്. ഇവിടെ ഇനി R ഉണ്ട്, XLഉം XCയും ഇല്ല. അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി XLഉം XCയൊക്കെ കണ്ടുപിടിക്കാം. XL കണ്ടുപിടിക്കാം. XL എന്ന് പറഞ്ഞാൽ L⍵. L എഴുതി, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν. എല്ലിൻ്റെ ആൻസർ നമുക്കിവിടെ ഉണ്ട്. എത്രയാണ്? 25.48 × 10⁻³ × 2 × 3.14 ഫ്രീക്വൻസിയുടെ ആൻസർ 50. അപ്പോൾ XLൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, ഇത് വരുന്നത് 8 എന്നാണ്. 8 Ω. ഓക്കെ, ഇനി നമുക്ക് വേറെ കളർ പേന എടുക്കാം. എന്താ, എല്ലാം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇനി XC കണ്ടുപിടിക്കണം അല്ലേ? XC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/C⍵. 1/C എഴുതി, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν എന്നാണ്. അപ്പോൾ 1/Cയുടെ വാല്യൂ എത്രയാണ്? സിയുടെ വാല്യൂ വരുന്നത് 796 × 10⁻⁻6 എന്നാണ്. × 2 × പൈയുടെ വാല്യൂ 22/7. നിങ്ങൾക്ക് അറിയാമല്ലോ, 7 അങ്ങ് കാൽക്കുലേഷൻ സമയത്ത് മേലെ പോകും. × ഫ്രീക്വൻസിയുടെ ആൻസർ 50. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ XCയുടെ ആൻസർ വരും. ഇത് 4 Ω ആണ്. അപ്പോൾ XLഉം XCയും കിട്ടി. ഇനി നമുക്ക് Z കണ്ടുപിടിക്കാം. Z നമുക്ക് കണ്ടുപിടിക്കാം. പേന നമുക്ക് മാറ്റാം. അപ്പോൾ Z കണ്ടുപിടിക്കാം. Z = √ പറയൂ. ആറിൻ്റെ സ്ക്വയർ, R എത്രയാണ്? 3. 3യുടെ സ്ക്വയർ പ്ലസ് XL - XC². ഓ ഭാഗ്യം തന്നെ, XL തന്നെ വലുത് അല്ലേ? അപ്പോൾ 8 - 4 സ്ക്വയർ. അപ്പോൾ 8 - 4² ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇസഡിൻ്റെ ആൻസർ വരും. ആൻസർ 5 Ω. ഇപ്പോൾ പ്രയാസമില്ലല്ലോ. ആദ്യത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു. എ പാർട്ട് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ബി പാർട്ട്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് എത്ര? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളിവിടെ നിങ്ങൾ നോക്കൂ, XL ഗ്രേറ്റർ ദാൻ XC ആണ് അല്ലേ? XL ഗ്രേറ്റർ ദാൻ XC ആണ്. അപ്പോൾ നമുക്കൊന്ന് ആ സിറ്റുവേഷൻ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ 3 കമ്പോണൻ്റ് ഉണ്ട് ഇവിടെ. L, Cയും Rഉം സീരീസാണ്. 3 പേരിലെയും കറണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്. ആ കറണ്ടിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇതാണ് കറണ്ട് അല്ലേ? ഇനി വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ എങ്ങനെ മാർക്ക് ചെയ്യും? അതേ ലൈനിൽ വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ. ഇനി വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ എങ്ങനെ മാർക്ക് ചെയ്യും? ഇങ്ങനെ മാർക്ക് ചെയ്യും, VC. വോൾട്ടേജ് എന്താണ് അങ്ങനെ? കപ്പാസിറ്ററിൻ്റെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു കറണ്ട് ഹെഡ്, അപ്പോൾ വോൾട്ടേജ് ബിഹൈൻഡ്. ഇനി ഇൻഡക്ടറിൻ്റെ കേസിൽ ഇൻഡക്ടറിൻ്റെ വേറൊരു പേര് ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞു COIL, കോയിൽ എന്നാണ്.
അതിൻ്റെ ഫുൾ ഫോം കറണ്ട് ഓഫ് ഇൻഡക്ടർ ലാഗിങ് എന്ന് ആലോചിക്കുക. കറണ്ട് ലാഗിങ്, അപ്പോൾ വോൾട്ടേജ് ഹെഡ്, അപ്പോൾ ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഇൻ ഇൻഡക്ടർ. നമ്മുടെ ഇവിടെ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി അല്ലേ? എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആകുമ്പോൾ വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആയിരിക്കും. വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആയിരിക്കും. സംശയമുണ്ടോ? അതെന്താ അങ്ങനെ? വോൾട്ടേജ് ഇൻ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് എൽ. ഇനി വോൾട്ടേജ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് സി. അപ്പോൾ എക്സ് എൽ ഗ്രേറ്റർ, അപ്പോൾ വി എൽ ഗ്രേറ്റർ. ഓക്കെ, ഇപ്പോൾ വോൾട്ടേജ് വി എൽ ഗ്രേറ്റർ. അപ്പോൾ ഇതിൻ്റെ വി എല്ലിൻ്റെയും വി സിയുടെയും കൂടെ റിസൾട്ടൻ്റ് എത്ര വരും? ഇതിൽ നോക്കിയാണ്, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി സമാധാനമായിട്ട്. ഇതാ ഇവിടെ ഇവർ രണ്ടുപേരും ഉണ്ട്, ഇതിൽ വി എൽ ആണ് വലുത്. അപ്പോൾ റിസൾട്ടൻ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും കൂടെ വി എൽ മൈനസ് വി സി എന്ന് വരും. അപ്പം ഞാൻ പടം മോഡിഫൈ ചെയ്ത് വരച്ചാൽ, ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം പടത്തിനെ. ദ റിസൾട്ടൻ്റ് വോൾട്ടേജ് ഇതാണ്. ഓക്കെ, ഇതാണ് വി എൽ മൈനസ് വി സി. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? വി ആർ. ഇതെന്ന് പറയുന്നത് കറണ്ട്. ഓക്കെ, കറണ്ട് ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2 വോൾട്ടേജ് ഉണ്ട്. ഈ 2 വോൾട്ടേജിൻ്റെ കൂടെ റിസൾട്ടൻ്റ് കാണാൻ എന്താ വഴി? നമ്മൾ പാരലോഗ്രാം വരയ്ക്കുന്നു. അങ്ങനെയാണല്ലോ, പാരലോഗ്രാം വരയ്ക്കുന്നു. എന്നിട്ട് നമ്മളതിൻ്റെ ഡയഗണൽ വരച്ചു. ഇതാണ് റിസൾട്ടൻ്റ് വോൾട്ടേജ് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ആരാണ് ഹെഡ്? വോൾട്ടേജ് എ ഹെഡ്, കറണ്ട് ബിഹൈൻഡ് അല്ലേ? അപ്പോൾ വോൾട്ടേജ് എ ഹെഡ്, കറണ്ട് ബിഹൈൻഡ്. വോൾട്ടേജ് എ ഹെഡ് ഓഫ് കറണ്ട് ബൈ എഫ് ഫേസ് ഓഫ് ഫൈ. ഇപ്പോൾ ഇതാണ് സംഭവം. ബുദ്ധിമുട്ടായില്ല എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ആയിരിക്കും എ ഹെഡ്. ഓക്കെ, തിരിച്ചാണെങ്കിൽ എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും എ ഹെഡ്. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാൽ. അപ്പോൾ ഏതെങ്കിലും ഒന്നേ പഠിക്കാവൂ. എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആണെങ്കിൽ ആരാണ് ഹെഡ്? വോൾട്ടേജ് ആണ് ഹെഡ്. ഓക്കെ, വരുന്നത് മനസ്സിലായല്ലോ. ഇനി ഇപ്പോൾ ഈ പാർട്ട് വേണമെങ്കിൽ ഞാനൊന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, സംശയം തോന്നാതിരിക്കാൻ. മക്കളിവിടെ 2 വോൾട്ടേജ് ഉണ്ട്. ഇതിൽ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആയതുകൊണ്ട് വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് വരുന്നത് വി എൽ മൈനസ് വി സി ആണ്. ഇനി വി ആർ ആൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് വോൾട്ടേജ്. കറണ്ട് ഇവിടെ ഉണ്ട്. ഇതിൽ ആരാണ് ഹെഡ്? വളരെ ക്ലിയർ ആണ്, വോൾട്ടേജ് ഹെഡും കറണ്ട് ബിഹൈൻഡുമാണ്. എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട്? 5. ഇനി നമ്മുടെ ഫൈ എത്ര എന്നാണ് ചോദ്യം. ഫൈ കണ്ടുപിടിക്കാൻ നമുക്ക് ഹാപ്പി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതിനകത്ത് എന്ത് പ്രയാസമായിരിക്കും? ഫൈ കണ്ടുപിടിക്കാം. ഫൈ എങ്ങനെയാണ് കാണുക? നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ പറഞ്ഞാൽ മതി, ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ എന്നാണ്. ഓക്കെ, ഇതിൽ വാല്യൂ ഇടണം. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി. ഒറ്റയടിക്ക് ഞാനങ്ങ് എഴുതട്ടെ. എക്സ് എല്ലും എക്സ് സി ഒക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 8 മൈനസ് 4 ഡിവൈഡഡ് ബൈ ആർ. ആറിൻ്റെ ആൻസർ 3. അപ്പോൾ 5യുടെ ആൻസർ ഇതാ ടാൻ ഇൻവേഴ്സ് 4/3 1.333 എന്ന് വരും. കണ്ടോ? ഇതിൻ്റെ ആൻസർ ക്വസ്റ്റിനകത്ത് ഗീവൺ ആണ്. നമുക്ക് ഗീവൺ അറ്റ് ദ എൻഡ് കണ്ടോ? 53.1 എന്നാണ്. പ്രയാസമുണ്ടോ? പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ആൻസർ കിട്ടി. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറും എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യും. ഇനി എന്താ വേണ്ടത്? പവർ ഡിസിപ്പേറ്റഡ്. പവറാണ് വേണ്ടത്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എന്താണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ആരാണ് പവർ എങ്ങനെ കണ്ടുപിടിക്കും? പവർ കണ്ടുപിടിക്കാൻ എന്താ വഴി? പവർ ഡിസിപ്പേറ്റഡ് എന്നാണ്. LCR സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കപ്പാസിറ്ററും അതുപോലെ ഇൻഡക്ടറും പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പവറിൻ്റെ ആൻസർ 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്താണ് അല്ലേ? എല്ലും സിയും പവറിനെ ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആര് മാത്രമാണ് പവറിനെ ഡിസിപ്പേറ്റ് ചെയ്യുന്നത്? റെസിസ്റ്റർ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ മാത്രമാണ് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് ആൻസറായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ സി പാർട്ട് ചെയ്യാൻ പോവാണ്. സി പാർട്ട് നമുക്ക് വേറൊരു ഇങ്ക് എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ സി പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? പവർ ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I² R എന്നാണ്. ഓക്കെ, ഇവിടെ I എന്ന് പറയുന്നത് IRMS ആണ്. അപ്പോൾ നമ്മളിവിടെ IRMS നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. IRMS എങ്ങനെ കണ്ടുപിടിക്കും? IRMS കണ്ടുപിടിക്കാൻ നമ്മൾ സൈഡിലോട്ട് വരയ്ക്കാം. IRMS എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. I എങ്ങനെ കാണും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. I എങ്ങനെ കാണും? V/R. അപ്പോൾ ഇവിടെ V ബൈ
ആർ. ആറിൻ്റെ പകരം ഇവിടെ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് അല്ലേ, ആറിന് പകരം ഇവിടെ ഇസഡ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. വി എന്ന് പറയുന്നത് ഇവിടെ വി ആർ എം എസ് ആണ്. അപ്പോൾ വി ആർ എം എസ് ബൈ ഇസഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇസഡൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. പക്ഷേ ഒരു കാര്യം കൂടെ, വി ആർ എം എസ് നമ്മുടെ കയ്യിലില്ല. വി ആർ എം എസ് എങ്ങനെ കാണും? ഞാൻ എവിടെയോട്ട് എഴുതി കാണിച്ചേക്കാം. ഞാൻ ഒരു സ്ഥലക്കുറവ് കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. വി ആർ എം എസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വി എം ബൈ √2 എന്നാണ്. അപ്പോൾ ഇതിൽ ക്രോസ് ചെയ്യുമ്പോൾ വി എം കിട്ടും, കണ്ടോ? അപ്പോൾ വി എം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വി ആർ എം എസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇത് മതി. വി ആർ എം എസ് കാണാനുള്ള ഇക്വേഷനിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. പൈ ആർ എം എസ് ഈസ് ഈക്വൽ ടു, ക്രോസ് ഒന്നും ചെയ്യേണ്ട, വി ആർ എം എസിന് പകരം വി എം ബൈ √2 എന്നെഴുതി. ഇനി ഇസഡ്, കണ്ടോ? അപ്പോൾ ഇസഡും അതുപോലെ എഴുതി. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. വി എമ്മിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 283 ഡിവൈഡഡ് ബൈ √2ൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 1.414, അത് ഇടുക. ഇസഡിൻ്റെ ആൻസർ നമ്മളിവിടെ എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ട് 5. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ഒരു 40 എന്നാണ്. അപ്പോൾ 40 ആംപിയർ എന്ന ആൻസർ കിട്ടും, കണ്ടോ? ഇനി ഈ വാല്യൂ ഇതിനകത്തോട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 40യുടെ സ്ക്വയർ ഇൻറ്റു ആറിൻ്റെ ആൻസർ എത്രയാണ്? ആറിൻ്റെ ആൻസർ ക്വസ്റ്റിനകത്ത് 3 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് 4800. ഓക്കെ, 4 അത്രയാണ് പവർ. പ്രയാസം തോന്നിയാൽ ഒരു പ്രയാസമില്ല. അപ്പോൾ ജസ്റ്റ് ചിന്തിച്ചോണം, നമ്മൾ തന്നിരിക്കുന്ന വോൾട്ടേജ് ആക്രാന്തം പിടിച്ച് മാക്സിമം വാല്യൂ തന്നിരിക്കുമ്പോൾ അത് RMS വാല്യൂ ആണെന്നും പറഞ്ഞ് എടുത്ത് എഴുതി കളയരുത്, അത്രയേ ഉള്ളൂ. ഇനി ഡി പാർട്ട്. എന്താണ് ഡി പാർട്ട്? പവർ ഫാക്ടർ കണ്ടുപിടിക്കണം. എന്താണ് പവർ ഫാക്ടർ? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് 5 കണ്ടുപിടിക്കണം. കോസ് 5 കണ്ടുപിടിക്കണം. അതാ കോസ് 5യുടെ വാല്യൂ എത്രയാണ്? നമ്മളെ ക്വസ്റ്റിനകത്ത് 5യുടെ വാല്യൂ ഇതാ ഇവിടെ കണ്ടുപിടിച്ചു, 53.1. അത് ക്വസ്റ്റിനകത്ത് ഗിവൺ ആണ്. 53 ഇതാ ഇവിടെ ഉണ്ട്, 0.6 എന്നാണ്. 0.6 കണ്ടോ? അപ്പോൾ എല്ലാം കണ്ടുപിടിച്ചില്ലേ? സ്മാർട്ടല്ലേ? ക്വസ്റ്റ്യൻ ഒത്തിരി വലുതെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പേടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഒത്തിരി വലുതായിട്ട് കിടക്കുന്നു. സമാധാനമായിട്ട് ചെയ്യുക. തിയറി പ്രോപ്പറായിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം പ്രോബ്ലത്തിലോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങാവും. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് തിയറി ഒന്നും കൂടെ റെഫർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സപ്പോസ് ദ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് ഇൻ ദ പ്രീവിയസ് പ്രോബ്ലം ക്യാൻ ബി വേരിയഡ്. നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലത്തിലെ ഫ്രീക്വൻസി വേരി ചെയ്യാൻ പറ്റുമെന്ന് വയ്ക്കുക. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് അറ്റ് വിച്ച് റെസണൻസ് ഒക്കേഴ്സ്? റെസണൻസ് സംഭവിക്കുന്ന ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ റെസണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് റെസണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ? ഇക്വേഷൻ അങ്ങോട്ട് എഴുതാം. എന്താണ് റെസണൻസ് ഫ്രീക്വൻസി? ω/r ഇസ് ഈക്വൽ ടു 1/√LC എന്നാണ്. 1/√LC എന്നാണ്. അപ്പോൾ 1/√Lൻ്റെ ആൻസർ, നമ്മുടെ നേരത്തെ ഉള്ള Lൻ്റെ ആൻസറാണ് 25.48 ഇൻറ്റു 10⁻⁻3. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എഴുതിയതുണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയാൽ മതി. ആ വാല്യൂ ഇൻറ്റു സിയുടെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു 796 ഇൻറ്റു 10⁻⁻6. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെസണൻസ് ഫ്രീക്വൻസിയുടെ ആൻസർ കിട്ടും. റെസണൻസ് ഫ്രീക്വൻസി വരുന്നത് സംതിങ് 222.1 ആണ്. ഒമേഗയുടെ യൂണിറ്റ് എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. കണ്ടു, ഇത്ര മതി യഥാർത്ഥത്തിൽ. ഇനി വേണമെങ്കിൽ നമുക്ക് ന്യൂ കൂടെ കണ്ടുപിടിക്കാം. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν ആണല്ലേ. ഇവിടെ റെസണൻസ് ആയതുകൊണ്ട് ന്യൂ ആർ എന്ന് വിളിക്കാം. ഈസ് ഈക്വൽ ടു 1/√LC എന്നാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ന്യൂ ആർ എങ്ങനെ കണ്ടുപിടിക്കും? ന്യൂ ആർ ഈസ് ഈക്വൽ ടു 1, ഈ 2π ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറ്റുക. അപ്പോൾ എന്ത് വരും? 1/2π√LC എന്നാണ്. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു 3.14 എഴുതി. ഇനി 1/√LC നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 222.1. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വരുന്നത് 35.4 ഹെഡ്സ് എന്നാണ്. ഓക്കെ, ആക്ച്വലി നമുക്ക് ഈ ഫസ്റ്റ് ω/r കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ചില ആളുകൾ അത് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ന്യൂ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കുന്ന ടീച്ചേഴ്സുണ്ട്, അപ്പോൾ അങ്ങനെ അവർക്ക് കണ്ടുപിടിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ പാർട്ടായി. കാൽക്കുലേറ്റ് ദ ഇംപിഡൻസ്, കറണ്ട് ആൻഡ് പവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംപിഡൻസ് കണ്ടുപിടിക്കാം മക്കളെ. ഇംപിഡൻസ് കണ്ടുപിടിക്കാനുള്ള വഴി പറയടാ. ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു, പറഞ്ഞു, അറ്റ് റെസണൻസ് ആണേ. ഇംപിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ?
റെസണൻസ് സമയത്ത് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ആറിന് ഈക്വലാണ്. നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ആൻസർ കാൽക്കുലേഷൻ ഒന്നും നടത്തരുത്. അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ആറിന് ഈക്വലാണ്. ആറിൻ്റെ വാല്യൂ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റിനിൽ 3 Ω. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത ബി പാർട്ടിൽ ആദ്യത്തത് കണ്ടുപിടിച്ചു. കറണ്ട് കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിക്കുക, ആ സമയത്ത് കറണ്ട് RMS കറണ്ട് കണ്ടുപിടിച്ച് നോക്കിയേ. അപ്പോൾ കറണ്ട് എങ്ങനെ കാണും? IRMS എങ്ങനെ കാണുക? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. കറണ്ട് എങ്ങനെ കാണുക? V/R അല്ലേ? അപ്പോൾ V ഇവിടെ VRMS ബൈ ആറിന് പകരം ഇവിടെ എന്താണ്? Z ആണ്. ഓക്കെ, ഇനി ഇവിടെ VRMS ഡിവൈഡ് ബൈ ഇവിടുത്തെ Z എന്താണ്? റെസണൻസ് കണ്ടീഷനിൽ Z 6 തന്നെ. ഓക്കെ, ഇപ്പോൾ VRMS ബൈ, ഇപ്പോൾ VRMSൻ്റെ ആൻസർ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കി എഴുതണം. VRMSൻ്റെ ആൻസർ 283 എങ്ങോട്ടായിരുന്നു അല്ലേ? അപ്പോൾ 283 ഡിവൈഡഡ് ബൈ 283 ബൈ √2 ആയിരുന്നു അല്ലേ? 283 ബൈ √2 ആയിരുന്നു ഇൻറ്റു ആറിൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ് VRMS കേട്ടോ. ഇൻറ്റു ഇനി ആൻസർ എത്രയാ? 3. ആറിൻ്റെ ആൻസർ 3. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 66.7 എന്ന് വരും. പ്രയാസമില്ല, അടിപൊളി. ഇനി അടുത്തത് എന്താണ്? പവർ ഡിസിപ്പേറ്റഡ് എന്നാണ്. പവർ ഡിസിപ്പേറ്റഡ്. പവർ ആര് മാത്രമേ ഡിസിപ്പേറ്റ് ചെയ്യൂ? റെസിസ്റ്റർ മാത്രമേ ഡിസിപ്പേറ്റ് ചെയ്യൂ അല്ലേ? അപ്പോൾ പവർ കാണാനുള്ള വഴി പറ. I²R. അപ്പോൾ IRMS² ഇൻറ്റു R. അപ്പോൾ IRMSൻ്റെ ആൻസർ 66.7, അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ആറിൻ്റെ ആൻസർ നമുക്കറിയാം 3. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 13.35 ഇൻറ്റു 10⁻³ വാട്ട് എന്ന് വരും. നിങ്ങൾ SI യൂണിറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പ്രയാസപ്പെട്ട നല്ല സുഖമല്ലേ? അപ്പോൾ ജസ്റ്റ് എന്താണ് ω/R കാണാനുള്ള ഇക്വേഷൻ അറിയാം. അത് വെച്ച് ω/R കണ്ടുപിടിച്ചാൽ മതി ആക്ച്വലി. പിന്നെ നിർബന്ധമാണെങ്കിൽ µR കൂടെ കണ്ടുപിടിക്കുക. ഇനി സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസണൻസ് കണ്ടീഷനിൽ ആറിന് ഈക്വലാണ്. ഓക്കെ, ഇനി I എങ്ങനെ കാണും? V/R മനസ്സിൽ ധ്യാനിക്കുക. അപ്പോൾ VRMS ബൈ Z ഇവിടെ R ആണ്. ഓക്കെ, ഇനി പവർ കാണാനുള്ള ഇക്വേഷൻ, ഇതിനകത്ത് പവർ കൺസ്യൂം ചെയ്യുന്നത്, പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് ആര് മാത്രമാണ്? റെസിസ്റ്റർ മാത്രം. അപ്പോൾ I²R മനസ്സിൽ കാണുക. IRMS² ഇൻറ്റു R. ഓക്കെ, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 60 microfarad capacitor is connected to 110 volt 60 Hz AC. Calculate RMS voltage എന്നാണ്. നമുക്ക് ചെയ്യാം. കപ്പാസിറ്ററിൻ്റെ വാല്യൂ 60 ഇൻറ്റു 10⁻⁻6 എന്നാണ്. ഓക്കെ, ഇനി 110 വോൾട്ടാണ്. അപ്പോൾ V എന്ന് പറഞ്ഞാൽ VRMS ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 110 ആണ്. ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് 60 ആണ്. ഇനി ഡിറ്റർമിൻ RMS വാല്യൂ ഓഫ് കറണ്ട്. IRMS കാണണം. IRMS എങ്ങനെ കാണും? കപ്പാസിറ്റർ മാത്രമാണ് AC കൊടുത്തിരിക്കുന്നത്. അപ്പോൾ I എങ്ങനെ കാണും? V/R. അപ്പോൾ V എന്ന് പറഞ്ഞാൽ VRMS ബൈ ആറിന് പകരം XC. ഇനി സൈഡിൽ എവിടെയെങ്കിലും XC കണ്ടുപിടിക്കുക. XC എന്ന് പറഞ്ഞാൽ എന്താണ്? 1/C⍵. അപ്പോൾ 1/C എഴുതി, ω എന്ന് പറഞ്ഞാൽ 2πν അല്ലേ? അപ്പോൾ XC ഇസ് ഈക്വൽ ടു 1/C വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. 60 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 2 ഇൻറ്റു 22/7. കാൽക്കുലേഷൻ സമയത്ത് 7 മേലെ വെച്ചോണം കേട്ടോ. ഇൻറ്റു ന്യൂവിൻ്റെ ആൻസർ എത്ര? 60. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടിക്കോളും. യു വിൽ ബി ഗെറ്റിംഗ് VRMSൻ്റെ ആൻസർ അവിടെ ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് 2.49 ആംപിയർ എന്ന് വരും. ഞാൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾ ചെയ്തോളൂല്ലേ. VRMSൻ്റെ ആൻസർ അതാ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി XCയുടെ ആൻസർ ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇവിടെ ഇട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഇട്ട് ഈ ആൻസർ ചെയ്യണമെന്നില്ല. ഈ വാല്യൂ ഡയറക്റ്റായിട്ട് ഇതിലോട്ട് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ബി ഗെറ്റിംഗ് ആസ് 2.49 ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് വീഡിയോയിൽ ഇത്രയും പോരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.